അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക. ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഉന്നതമായ മേഖലകളിലൊക്കെ വരുന്ന ഏറ്റവും പൈശാചികമായ നിലപാടാണ് ഈ ഡിപ്ലോമാറ്റിക് സൈലൻസ് എന്ന് പറയും. നയതന്ത്രപരമായ നിശബ്ദത എന്ന് പറയും. വെച്ചാൽ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ മറ്റവരുടെ മുമ്പിൽ നമ്മുടെ നേരെ കൈ ചൂണ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ തെറ്റാണെന്ന് പറയണില്ല, ശരിയാണെന്ന് പറയുന്നില്ല. നമ്മൾ നിശബ്ദത പാലിക്കുന്നു. അങ്ങനെ നിശബ്ദത പാലിക്കാൻ ഭജനത്തിൽ പ്രൊവിഷനില്ല. നിങ്ങളുടെ ഉത്തരം ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ അവിടെ ഡിപ്ലോമാറ്റിക് സൈലൻസിൽ ഇല്ല, പ്രൊവിഷൻ ഇല്ല. മത്തായി 5:37 നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അപ്പൊ ഈ ഡിപ്ലോമാറ്റിക് സൈലൻസുകാരപ്പം ശ്രദ്ധിക്കണം. അത് ദൈവത്തിൽ നിന്നല്ല ഡിപ്ലോമാറ്റിക് സൈലൻസ് വരണത്, ദുഷ്ടനിൽ നിന്നാണ്. എൻ്റെ മക്കൾ, ഞാനെന്ത് ഇങ്ങനെ പറഞ്ഞെന്നറിയാമോ? ഇത് ഉട്ടോപ്യനാണെന്ന് നിങ്ങൾക്കറിയാം.
ഉട്ടോപ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധ്യാത്മികതയുടെ നിലം തൊടാത്ത സ്ഥലത്ത് മാത്രമേ ഇത് പാലിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. കാര്യം ഉടമ്പടിയുടെ ഓരോ പടികൾ ചെല്ലുന്തോറും മനുഷ്യന്മാർ ദൈവമായിട്ടുള്ള റിലേഷൻസ് വളരെ കലർപ്പില്ലാത്ത റിലേഷൻസ് വരുന്നു. നിങ്ങൾക്ക് താഴെക്കിടയുള്ള എല്ലാവർക്കും ഇൻക്ലൂഡിങ് മൈസെൽഫ് ഇതിലേക്ക് വരാൻ നമുക്ക് വേറെ നമുക്ക് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വാതിലേ ഉള്ളൂ. അതാണ് വിഷയം. പുറകോട്ട് പോകാനാണെങ്കിൽ പല വാതിലുണ്ട്. ദൈവത്തിൽ നിന്ന് നമുക്ക് അകന്നു പോകാനാണെങ്കിൽ ഒരു 9 വാതിൽ വരും. ദൈവത്തെങ്കിലേക്ക് പോകാനാണെങ്കിൽ ഒരു വാതിലേ ഉള്ളൂ. അത് കർത്താവ് പറഞ്ഞത് അത് ഇടുങ്ങിയത് കാണുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഞെരുക്കം സ്വാഭാവികമായിട്ട് നമ്മൾ അനുഭവിക്കാതെ സത്യത്തിലേക്ക് കൂടി ജീവിക്കാൻ പാടായിരിക്കും. പക്ഷേ ഇത് അത്രയ്ക്ക് പാടില്ലെന്ന് ഈശോ പറഞ്ഞത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ പോയ വഴികളേക്കാൾ മോശമായ വഴികളിലൂടെ നിങ്ങൾ പോകും. കർത്താവ് പോയ വഴികളേക്കാൾ മോശമായ വഴികളിലൂടെയാണ് സ്റ്റീഫനൊക്കെ പോയത്. എസ്തപ്പാനോസില്ലേ, അയാളെ പച്ചക്ക് പിടിച്ച് കലറുകയല്ല ഞാൻ. അയാളാണെങ്കിൽ കർത്താവുമായിട്ട് ശിഷ്യന്മാരെ പോലെ അത്രയ്ക്ക് നടന്ന് പരിചയമുള്ള ആളല്ല. പക്ഷേ ഔട്ട്പുട്ട് ഭയങ്കരമാണ്. അപ്പോസ്തലന്മാരെക്കാൾ പിടിച്ചപ്പോൾ അപ്പോസ്തലന്മാർ ഓടിക്കളഞ്ഞില്ലേ, പക്ഷെ സ്റ്റീഫൻ ഓടിയില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റീഫൻ്റെ കല്ലറയിൽ പോയി കണ്ണീരിട്ട് ശരിക്കും റോമിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ. സ്റ്റീഫൻ ഓടാത്തൊരു ആളാണ്, അയാൾ ഡീക്കനാണ്. എല്ലാവരും ഓടിക്കളഞ്ഞപ്പോഴും ഓടാത്തൊരു സ്റ്റീഫൻ ഉണ്ടല്ലോ. അപ്പോസ്തലന്മാർക്ക് ശേഷവും സഭ നിലനിൽക്കുമെന്നുള്ളത് നമ്മളോട് പഠിപ്പിക്കണത് അപ്പോസ്തലന്മാരല്ല. സഭയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ നിങ്ങൾ എൻ്റെ മക്കൾ അഭിമാനം കൊള്ളാമെന്ന് പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്. കാര്യം പൗലോസാണല്ലോ സ്റ്റീഫൻ്റെ സ്പോൺസർ. സ്റ്റീഫൻ്റെ ഈ നിലപാട് കണ്ടത് സൗളല്ലേ. അയാൾ സ്റ്റീഫനെ കണ്ടിച്ചാണ് പറയണത് നമ്മുടെ മതത്തിൻ്റെ രഹസ്യങ്ങൾ മനോഹരമാണ്. അത് സ്റ്റീഫനാണല്ലോ എൻ്റെ മതത്തിൻ്റെ രഹസ്യം. തിമോത്തി 3:16 നമ്മുടെ മതത്തിൻ്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. എങ്ങനെ പ്രഖ്യാപിച്ചതാണത്? സ്റ്റീഫനെ കണ്ടിട്ട് പ്രഖ്യാപിച്ചതാ. സ്റ്റീഫനെ കണ്ടല്ലേ ഇങ്ങനെ മറിയണത്. ശരിക്കും ഒരു പക്കാ കൊലപാതകി മറിഞ്ഞ് സാവൂള് സെൻറ്റ് പോളായിട്ട് മാറുന്ന ഒരു കറക്കമുണ്ട്. ആ സ്റ്റീഫൻ കറക്കി കളഞ്ഞ മനുഷ്യനെ. അതാണ് സ്റ്റീഫൻ്റെ മതമാണ് ഇയാളുടെ മനസ്സിലിരിക്കുന്ന മതം. ഹി ഹാസ് നോട്ട് നെവർ സീൻ ജീസസ്. ഒരിക്കലും ജീസസിനെ കണ്ടിട്ടില്ല. ജീസസിനെ സ്റ്റീഫനെ കണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ചെറിയൊരു പാരമ്പര്യം അങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ സുവിശേഷ ജീവിതം, 10,000ങ്ങളുടെ സുവിശേഷ ജീവിതം കണ്ട ഒരു മനുഷ്യനാണ്. ഈ മനോഹരമാണ് മതത്തിൻ്റെ രഹസ്യമെന്ന് പൗലോസിനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി പ്രേരണയായത്. എപ്പോഴും ഓർക്കണം, ഇങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വരാൻ കഴിഞ്ഞതിലെ ദൈവത്തോട് നന്ദി പറയണം. എൻ്റെ പേര് സുധർമ്മ സതീഷ്, കുമരകത്ത് നിന്ന് വരുന്നു. എൻ്റെ മോൾ നമിത എസ് BSc നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. ഞങ്ങൾ 2 പേരും ഉടമ്പടിയിലാണ്. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഈശോയ്ക്കും മാതാവിനും ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുകയാണ്. 9/11/2022 ഞാൻ ഈ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. ഞങ്ങൾ 7:30 മണി 3 മണി വെളുപ്പിന് എഴുന്നേറ്റ് 7:30 മണി ആയപ്പോൾ ഞങ്ങളിവിടെ സ്ഥലത്തെത്തി. ഞാനും എൻ്റെ 2 കുട്ടികളൂടെയാണ് ഇവിടെ വരുന്നത്. വരുമ്പോൾ ഇതുപോലെ ഇവിടെ നിന്ന് ഒത്തിരി പേര് സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. അന്നേരം ഞങ്ങൾ ഉടമ്പടി എടുക്കാനായിട്ട് ഞങ്ങളിവിടെ ക്യൂ നിൽക്കുക. അന്നേരം ഓരോ ലൈനും ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അമ്മയോട് ആദ്യം പറഞ്ഞത്, അമ്മ ഇതുപോലെ എന്നെ ഒരു സാക്ഷിയാക്കി മരണം വരെയും ജീവിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ എന്നാണ്. അത് കഴിഞ്ഞു. ഞങ്ങൾക്ക് ടോക്കൺ കിട്ടി. 11 മണിയായപ്പോൾ ഞാൻ ക്ലാസ്സിൽ കയറി. ഞാനാണ് ആദ്യം എൻ്റെ വീട്ടിൽ ഉടമ്പടി എടുക്കുന്നത്. ആ 4 മണിക്കൂറും അവിടെ അച്ഛൻ പറഞ്ഞ ഓരോ വാക്കുകളും ഞാൻ ഇമ വെട്ടാതെ മുഴുവൻ കേട്ടുകൊണ്ടിരുന്നു.
എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന ഓരോ ചേച്ചിമാരും എൻ്റെ തോളയിലോട്ട് ചാഞ്ഞ് വീണുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ചേച്ചി ഞാൻ ഇതൊന്ന് കേട്ടോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ക്ലാസ് മുഴുവൻ കേട്ടു. അതിലെ ഓരോ വാക്കുകളും ഞാൻ എൻ്റെ മനസ്സിലേക്ക് തറച്ചു. ഞാൻ അവിടെ ഇരുന്ന് ആദ്യം അമ്മയോട് ഞാനൊന്നും എഴുതുന്നില്ല. ആ ക്ലാസ് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ, എൻ്റെ വിശുദ്ധിയിൽ നിനക്ക് വേണ്ടി ഞാൻ മരണം വരെ ജീവിക്കും. എൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളെയും അതുപോലെ എന്ന് സാക്ഷിയായി ജീവിപ്പാൻ, അതുപോലെ എൻ്റെ ഹസ്ബൻഡും ഇവിടെ വരണം. ഞങ്ങൾ മുഴുവൻ പേരും, ഞങ്ങൾ 4 പേരും ഞങ്ങൾക്ക് കൃപാസനത്തിലെ അംഗങ്ങളായി എന്നും ജീവിക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ 6 നിയോഗങ്ങൾ ഉടമ്പടിയിൽ വെച്ചു. ആദ്യം ഞാൻ എഴുതിയത് അമ്മയുടെ മകളായി ജീവിപ്പാൻ, അമ്മയോട് എത്രയും എനിക്ക് ചേർന്നിരിക്കാൻ പറ്റും അത്രയും ചേർന്നിരിക്കണം എന്നാണ് ഞാൻ ആദ്യം എഴുതിയത്. നിയോഗങ്ങളെല്ലാം 2ാമത് നിയോഗം വെച്ചു. അതിൽ ഞാൻ ആദ്യമായി എഴുതിയത് എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ഒരു 15 വർഷമായിട്ട് ഞാൻ അമീട്രിൻ എന്ന് പറഞ്ഞ ഒരു ഗുളിക കഴിക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ആ ഗുളികയില്ലേ അന്ന് മുഴുവൻ എനിക്ക് തലവേദനയാണ്. എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചു. എൻ്റെ മൈഗ്രെയിൻ അമ്മ മാറ്റിത്തരണേന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു, കടന്നുപോയി. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ചയിലും ഉടമ്പടി ആരാധന. എനിക്ക് ചൊവ്വാഴ്ച 11:30 ആകുമ്പോൾ എനിക്ക് 1 കോടി ലോട്ടറി അടിച്ചാൽ പോലും ഇത്രയും സന്തോഷം കിട്ടത്തില്ല. ഞാൻ ഉടനെ ഓഫീസിലാണെങ്കിൽ ഞാൻ കട്ടും പാത്തും എല്ലാം ഞാൻ ഇരുന്ന് ഈ ആരാധന കൂടും. അങ്ങനെ ആരാധനയിൽ അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥനയെ പറഞ്ഞു, മക്കൾ, നിങ്ങൾ രോഗസൗഖ്യം കിട്ടാൻ നിങ്ങൾ രോഗങ്ങളുള്ളിടത്ത് കൈ മാറ്റി വെച്ചു. ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഞാൻ 15 വർഷമായി ഈ മൈഗ്രെയിന് ഈ ഗുളിക അമിട്രിൻ്റെ എന്ന ഗുളികയില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലമ്മേ, ഈ ഗുളിക അമ്മ മാറ്റിത്തരണമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെയും അമിട്രിൻ്റെ എന്ന് പറഞ്ഞ ഗുളിക കഴിക്കാനോ എനിക്ക് മൈഗ്രെയിനോ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത്, ഞങ്ങളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു വണ്ടി ഒരു 2 വീലർ മാത്രമേ വരികയുള്ളൂ. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് ഒരു 5 സെൻറ്റ് സ്ഥലം വേറെ വാങ്ങണം, അതൊരു റോഡ് സൈഡിൽ വാങ്ങണം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണമല്ലാതെ 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിലില്ല. ഇതിന് ഒരു 15 വർഷം മുമ്പ് ഞങ്ങൾ അവിടുന്ന് ആ സ്ഥലം വിറ്റു പോകുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുടുംബശ്രീയെ KSS അങ്ങനെ ഇതിലെല്ലാം ഞാനുണ്ട്. ഞാൻ ശനിയാഴ്ച അവിടെ കടന്നു ചെല്ലുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, അമ്മ, എനിക്ക് ഒരു 2 സെൻറ്റ് സ്ഥലം ഇവിടെ തരുവാണെങ്കിൽ എനിക്ക് ഇവിടെ ഇത്രയും ദൂരം ഓട്ടോ പിടിച്ച് നടന്നു ഒന്നും വരണ്ടല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അമ്മയോട് ഞാൻ 2 സെൻറ്റ് ചോദിച്ചതിന് അമ്മ 5 സെൻറ്റ് സ്ഥലമാണ്. അത് മേടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. 1.5 ലക്ഷം രൂപ ഞങ്ങൾ ഗോൾഡ് പണയം വെച്ച് ഞങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേന് 4 ബാങ്ക് ഈ ലോൺ വെച്ചിട്ട് എല്ലാം റിജക്റ്റ് ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഇനി ഞാൻ ഒരു ബാങ്കിലും പോകത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 5ാമത്തെ ബാങ്കിൽ ഞാനും എൻ്റെ അമ്മ മാതാവും കൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞു. ഞാൻ അമ്മയുടെ കാശ് രൂപം മുറുകെ പിടിച്ചു. ഉപ്പും തൈലവും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു ബാങ്കിൽ ചെന്നു, കോട്ടയത്തൊരു ബാങ്കിൽ ചെന്നിട്ട് ആ മാനേജർ എന്നോട് പറഞ്ഞു, എന്താ വന്നെന്ന് കയറി വരാൻ പറഞ്ഞു. അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു നുള്ള ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുക, കാശ് രൂപമുണ്ട്. ഞാൻ അവിടെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, ഇനി അമ്മ മാതാവേ, ഒരു ബാങ്കിലും നീ കയറത്തില്ല, അമ്മ എനിക്ക് ഈ ലോൺ പാസ്സാക്കി തരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആവശ്യപ്പെട്ടത് 11 ലക്ഷം രൂപയാണ്. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ഹസ്ബൻഡിനെയും കൂട്ടി വരാൻ പറഞ്ഞു. ഞാനും ഹസ്ബൻഡും അന്ന് തന്നെ അവിടെ ചെന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു. അന്നേരം 4 പ്രമുഖ ബാങ്കുകളെല്ലാം അത് റിജക്റ്റ് ചെയ്തതാണ്. ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോട് 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് അവിടെ ഇരുന്ന് പറഞ്ഞു, ഇനി ഒരു ബാങ്കിലോട്ട് നീ എന്നെ വിളിച്ചേക്കരുത്, നമുക്ക് ഈ സ്ഥലം വേണ്ടെന്ന് വെക്കാം. 1 സെൻറ്റ് സ്ഥലത്തിന് 2.5 ലക്ഷം രൂപ, നമ്മൾ 12 ലക്ഷം രൂപ കൊടുക്കണം. നമ്മുടെ 1.5 ലക്ഷം രൂപ പോവുകയാണെങ്കിൽ പൊക്കോട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, അമ്മ മാതാവ് നമുക്ക് തന്നിരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉപ്പും എല്ലാം അവിടെ ഇട്ട് പോകുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ അച്ഛനുണ്ടല്ലോ കൃപാസനത്തിൽ, നമുക്ക് അച്ഛനെ ഒന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞു. നേരെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, വാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ രാവിലെ ഇവിടെ വന്നു. ഞങ്ങൾക്ക് അവിടുന്ന് ടോക്കൺ കിട്ടി. ബഹുമാനപ്പെട്ട അച്ഛനെ കാണാൻ എനിക്ക്
ഒരവസരം കിട്ടി. ഞങ്ങൾ അച്ഛനെ വന്ന് കണ്ടു. അച്ഛനോട് ഈ വിവരം പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മക്കൾ പൊക്കോ, സാക്ഷ്യം പറയാനേ വരാമെന്നും പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. എനിക്ക് സന്തോഷമായി. ഞാനും എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി, അവിടുന്ന് ഭക്ഷണം എല്ലാം കഴിച്ചിറങ്ങിയപ്പോഴത്തേന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു നമ്മൾ സാക്ഷ്യം പറയാൻ നമ്മൾ അടുത്ത ആഴ്ച തന്നെ സാക്ഷ്യം പറയാൻ ഇവിടെ കടന്നു വരുമെന്ന് പറഞ്ഞു. അതുപോലെ 3-ാമത്തെ ദിവസം ഞങ്ങളെ ബാങ്കിൽ നിന്ന് വിളിച്ചു, നിങ്ങൾക്ക് ലോൺ സാങ്ഷനായി. 4 ബാങ്ക് റിജക്റ്റ് ചെയ്തതാണ്. 5-ാമത്തെ ബാങ്കിൽ നിന്നാണ് ഞങ്ങൾക്ക് ആ ലോണ്. 11 ലക്ഷം മതി, ഞങ്ങൾക്ക് 11.40 ദൈവം അനുവദിച്ചു തന്നു. അങ്ങനെ ചെറുതും വലുതുമായ കോടാനുകോടി അനുഗ്രഹങ്ങളാണ് അമ്മ ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, നമ്മൾക്ക് അഖണ്ഡ ജപമാല റാലിയിൽ നമ്മൾക്ക് 4 പേർക്കും കുടുംബമായിട്ട് എത്ര ദൂരം നമ്മൾ 2 ദിവസം നടന്നാലും നമ്മൾക്ക് നടന്നേ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എന്നാടി പോകാമെന്ന് പറഞ്ഞു. എന്നെക്കാളും വിശ്വാസമാണ് എൻ്റെ ഹസ്ബൻഡിന്. ഞാനൊരു അക്രൈസ്തവയാണ്. ഞങ്ങൾ 4 പേരും അവിടുന്ന് 1:30 മണിയായപ്പോൾ വീട്ടിൽ എഴുന്നേറ്റു. ഞങ്ങളിവിടെ വണ്ടി പിടിച്ചു. കറക്റ്റ് 5:30 ആയപ്പോൾ ഇവിടെ വന്നു. 5:30 ആയപ്പോൾ ഞങ്ങൾ 4 പേരും നടന്നു. ഞങ്ങൾ അർത്തുങ്കപ്പള്ളിയിൽ ഞങ്ങൾ കറക്റ്റ് 10 മണിയായപ്പം എത്തി. അച്ഛൻ പറയുന്ന ഒരു വാക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, മക്കളെ, പിതാവിൻ്റെ പ്രസംഗം 10 മണിയാകുമ്പോൾ തുടങ്ങും, അതിനെല്ലാവരും അവിടെ ഉണ്ടായി. എൻ്റെ മനസ്സിൽ ഇതാ ഞാൻ ജെറ്റ് പോലെ നടക്കുവാണ്. അമ്മയുടെ കാശ് രൂപം പിടിച്ചുകൊണ്ട് ഞങ്ങൾ 4 പേരും നടന്നു. ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 4 പേർക്ക് ഒരു കാല് വേദന പോലും അമ്മ വരുത്തിയില്ല. അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ അർത്തുങ്കപ്പള്ളിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ 4 പേരും പറഞ്ഞിട്ട് പോകുന്നത്, അമ്മേ, അടുത്ത വർഷം നിൻ്റെ മക്കൾ 4 പേരും ഇതിലും കൂടുതൽ ആരോഗ്യത്തോടെ കടന്നു വരും. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് അനുഗ്രഹം മാത്രമേ അമ്മ തന്നിട്ടുള്ളൂ. അതുപോലെ എൻ്റെ മോള് BSc നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. അവൾക്ക് 3rd ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പോസ്റ്റിങ്ങിന് പോകും. എന്നെ വാർഡൻ പകുതിയാകുമ്പോൾ വിളിക്കും, നമിത ഇന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ല. അത് കഴിയുമ്പോൾ ടീച്ചേഴ്സ് വിളിക്കും, നമിത എത്തിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യും? എന്നാൽ ഇവൾ ക്ലാസ്സിൽ നല്ല മിടുക്കിയാണ്. LKG മുതൽ +2 വരെ CBSE പഠിച്ച കൊച്ചാണ്. നല്ല മാർക്കോടുകൂടി കടന്നുപോയി. പത്തനംതിട്ടയിലാണ് പഠിക്കുന്നത്. അന്നേരത്തിന് ഞാൻ എന്ത് ചെയ്യും? അതിലാണ് ഞാൻ ആദ്യം ഇവിടെ വരുന്നത്. ഞാനത് ഉടമ്പടിയിൽ വെച്ചു. അവൾക്ക് 2 വിഷയം കിട്ടാനുണ്ടായിരുന്നു. ആ 2 വിഷയവും കഴിഞ്ഞ ദിവസം 5 മണിക്ക് റിസൾട്ട് വന്നു. അതുപോലെ അവൾക്ക് അത് പോസ്റ്റിങ്ങിന് പോകാൻ പറ്റിയത് വേറൊന്നുമല്ല, അവൾക്ക് ഷീസോഫീനിയ എന്ന് പറഞ്ഞു. ഞങ്ങളൊരു ഡോക്ടറെ കാണിച്ചു. ഷീസോഫീനിയ എന്നൊരു അസുഖമാണെന്ന് പറഞ്ഞു. അതിൽ സാപ്പോറിൽ വന്ന മെഡിസിൻ ഡോക്ടർ എന്നോട് പറഞ്ഞു, കുട്ടിക്ക് ലൈഫ് ലോങ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ ഈ രോഗം മൂലം അവൾക്കുള്ള ബുദ്ധിമുട്ട് എന്താ? അവൾക്ക് എല്ലാവരെയും ഇങ്ങനെ ഈ സഭയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. കൊച്ചിന് പേടിയായിരുന്നു. അതുപോലെ കോളേജ് പോസ്റ്റിങ്ങിന് ചെല്ലുമ്പം അവൾക്ക് പോകാൻ പറ്റത്തില്ല. കുറച്ചിരിക്കും, പിന്നെ എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ടീച്ചറിനെ പേടിയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. അങ്ങനെയാണ് ഞങ്ങളൊരു ഡോക്ടറിനെ സമീപിക്കുന്നത്. നേരെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഈ ഒരു മെഡിസിൻ അങ്ങ് കൊടുക്ക്, അത് ലൈഫ് ലോങ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അമ്മയുടെ കാശ് രൂപം ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഒരു ലൈഫ് ലോങ്ങും എൻ്റെ കുഞ്ഞിന് ഈ ഗുളിക ഒരു സാപ്പോറിലും ഡോക്ടറെ കൊടുക്കരുതില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ 30 ഗുളിക ഞങ്ങൾ 1 മാസത്തേന് വാങ്ങി വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സാറേ, ഈ ഗുളിക ഇന്ന് മേടിച്ചത് മതി, ഞങ്ങൾ പോയിരിക്കുന്ന കൃപാസനം അമ്മയുടെ അടുത്താന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചു. ഡോക്ടർ എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് വിശ്വാസമെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ, പക്ഷേ നിങ്ങൾ ആ ഗുളിക ഞാൻ പറയാതെ നിർത്തരുതെന്ന് പറഞ്ഞു. ഞാനൊരു ദിവസം ഇതുപോലെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അന്നേരം നമ്മുടെ അഖണ്ഡ ജപമാല റാലിക്ക് 2 മാസം കൂടി ഉണ്ട്. ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് അമ്മയോട് പറഞ്ഞു, ഞങ്ങൾ കുടുംബമായി അമ്മയെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കും. അത് കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഗുളിക അമ്മ മാറ്റിത്തരണമെന്ന് പറഞ്ഞു. ഞാനൊരു ദിവസം അഖണ്ഡ ജപമാല റാലിക്ക് 1 മാസം മുമ്പേ ഞാൻ ഡോക്ടറെ രാവിലെ എഴുന്നേറ്റ് വിളിച്ചു. അന്നേരം ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് ചെല്ലേണ്ട സമയമായി. ഡോക്ടറിനോട് പറഞ്ഞു, സാറേ, നമ്മൾക്ക് ആ ഗുളിക ഒന്ന് നിർത്തി നോക്കാം. നേരെ ഡോക്ടർ എന്നോട് പറഞ്ഞു, അയ്യോ അമ്മ, ആ ഗുളിക അങ്ങനെയൊന്നും നിർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. സാറേ, എൻ്റെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമുക്ക് ഈ ഗുളിക ഒന്ന് നിർത്തി നോക്കാം, അമ്മയുടെ ഇഷ്ടം പോലെ. പക്ഷെ നിങ്ങൾ പെട്ടെന്നൊന്നും അത് നിർത്തരുത്, നമുക്ക് 2 ദിവസം നിർത്തി നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ഗുളിക 30 ഗുളിക ഞങ്ങളുടെ കയ്യിലിരിക്കുവാണ്.
ഉടനെ ഞാൻ 2 ദിവസം നോക്കി ഗുളിക കൊടുത്തില്ല, കുഴപ്പമില്ല കൊച്ചിന്. 3 ദിവസം നോക്കി, 4 ദിവസം. മക്കളെ ഇന്ന് 2 മാസമായിട്ട് എൻ്റെ കുഞ്ഞിന് ഒരു ഗുളികയും കൊടുക്കുന്നില്ല. ഞങ്ങൾ ആ ഗുളിക മേടിച്ച 30 ഗുളികയും കഴിഞ്ഞ ദിവസം എൻ്റെ കുഞ്ഞ് തന്നെ അത് മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കൊടുത്തിട്ട് അതിൻ്റെ ക്യാഷ് തിരിച്ച് മേടിച്ച്. ഞങ്ങൾക്ക് അമ്മ ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഞങ്ങൾ അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. ഒരു ദിവസം ഒരു കാരുണ്യപ്രവൃത്തിയാലും ചെയ്യാതെ ഞങ്ങൾ ഉറങ്ങത്തില്ല. ഞങ്ങൾ പൊതിച്ചോറ് ഞങ്ങളെല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും ഞങ്ങൾ കൊണ്ടു കൊടുക്കും. അതുപോലെ പത്രങ്ങൾ, അതായത് ബേക്കറി ജംഗ്ഷനിൽ നിന്നും നാഗമ്പടത്ത് നിന്നും എല്ലായിടത്തും ഞങ്ങൾ പത്രം ഓരോരുത്തരോട് പറഞ്ഞ് വിതരണം ചെയ്യും. പലവരും എന്നോട് ചോദിച്ചു, തനിക്ക് നാണയില്ലേടോ, തനി ഒരു BA കാരിയല്ലേ, തനിക്ക് നാണയില്ലേടോ? എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചു, തനിക്കിപ്പോൾ ഈ പത്രക്കച്ചവടമാണോ എന്ന് ചോദിച്ചു. തനിക്ക് ഇവിടെ സോഷ്യൽ മീഡിയ ഇത്രയും പ്രചരിച്ചിരിക്കുമ്പം തനിക്ക് നാണയില്ലേടോ കൃപാസന പത്രമായിട്ട് നടക്കാമെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, അച്ഛൻ കോവിഡായിട്ട് കടന്നല്ലോ, അങ്ങനെ എന്ത് കൃപാസനത്തിലെ അച്ഛന് പിന്നെ എന്തിന് കോവിഡ് വന്നു എന്ന് ചോദിച്ചു. അങ്ങനെ പല അന്നേരം എൻ്റെ മനസ്സിൽ അമ്മ പറഞ്ഞത്, കൃപാസനത്തിലെ അച്ഛന് കോവിഡ് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു തന്നു, നീ ഇങ്ങനെ പറയടി, അച്ഛന് കോവിഡ് വന്നതുകൊണ്ടാണ് കൂടുതൽ അമ്മയോട് കുറച്ചുകൂടെ ചേർന്നിരിക്കാൻ പറ്റിയത്. ഇപ്പോൾ അനുഗ്രഹങ്ങളുടെ പെരുമഴയാണ് അവിടെ പെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പലരും ഞങ്ങൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോഴും ഞങ്ങളെ പുച്ഛിച്ചവരുണ്ട്. ഈ പത്രം കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ട ഈ പത്രം എന്നും പറഞ്ഞ് പലരും ഞങ്ങളെ വഴക്ക് പറഞ്ഞു. എങ്കിൽ അതുപോലെ കർമ്മ ന്യൂസ്, എവിടെ കൃപാസനത്തിനെതിരായി പറഞ്ഞാലും അവിടെയെല്ലാം ഞാൻ ശബ്ദമുയർത്തും. എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ. കർമ്മ ന്യൂസിൽ FBയിൽ ഞാൻ കണ്ടു, അവിടെ ഒരാൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നു, കൃപാസനം അതായത് മതപരിവർത്തനമാണെന്ന്. ഉടനെ ഞാൻ അവിടെയോട്ട് കമൻ്റ് ഇട്ടു, എന്ത് മതപരിവർത്തനം? ഞങ്ങൾ 1 വർഷമായി അവിടെ പോകുന്നു. കൃപാസനത്തിലെ അച്ഛനോ കൃപാസനത്തിലെ സ്റ്റാഫുകളോ ആരും കൃപാസനത്തിലോട്ട് നിങ്ങൾ വരിക പറയാൻ വിളിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോവുക, ഞങ്ങളെ ആരും വിളിച്ചിട്ടല്ലേ. ഞങ്ങളെ ദൈവം വിളിക്കുന്നവർക്ക് മാത്രമേ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ ആക്ഷേപിക്കരുത്. അതുപോലെ പിന്നെ ഒരു എൽദോസ് പറഞ്ഞൊരു മനുഷ്യൻ, പുള്ളിക്കാരൻ FBയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു, എനിക്കൊരു കൃപാസന പത്രം തരുവാണെങ്കിൽ ഞാൻ മത്തി വറുത്തതെന്ന് പൊതിഞ്ഞു വെക്കാമെന്ന്. ഞാൻ അവിടെയും ചോദിച്ചു, ചേട്ടൻ മത്തി പൊതിയാനായിട്ട് വേറൊന്നും കിട്ടിയില്ല, കൃപാസന പത്രത്തിൻ്റെ വില എന്നാന്ന് ചേട്ടൻ അറിയാമോ എന്ന് ചോദിച്ചു. അന്നേരം എന്നോട് തിരിച്ച് കമൻ്റ് ഇട്ടിട്ട് ചോദിച്ചു, നിങ്ങളാരാന്ന്? ഞാൻ കൃപാസനത്തിലെ വിശ്വാസിയാണ്. എന്ന് വെച്ചാൽ 1 വർഷം കൊണ്ട് ആ പത്രത്തിലൂടെ അനേകരെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റൂ. ഞങ്ങൾ അനേകരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ എത്ര പേരെ ഇവിടെ കൊണ്ടുവന്നെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയത്തില്ല. ഓരോ മെഡിക്കൽ കോളേജിൽ നിന്ന്, അതായത് ഞങ്ങളെ അറിയുന്നവരൊക്കെ അവിടെ നിന്ന് ഞങ്ങളെ പത്രം കൊടുക്കുമ്പോൾ കളിയാക്കി പോയിട്ടുണ്ട്. കൃപാസനത്തിലെ സെക്യൂരിറ്റി ഞാനും എൻ്റെ മോളും ഞങ്ങൾ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു, എവിടെ പോവുക? ഞങ്ങൾ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് അവിടെ കൃപാസനത്തിലെ പത്രം കൊടുക്കാനുണ്ടെന്ന്. ഉടനെ ഞങ്ങളെ കയറ്റി വിട്ടു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചു, അന്ന് തന്നെ ഒന്ന് പത്രം, മാഡം ഞാൻ ഈ പത്രം കൊടുക്കാനായിട്ട് വന്നതാന്ന് പറഞ്ഞു. അവിടെ ഓരോ രോഗികളുടെയും വിവരങ്ങൾ ഞങ്ങൾ തിരക്കിയിട്ട് അവർക്ക് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കും. അവർക്ക് മരുന്നിന് പൈസ ഇല്ലെങ്കിൽ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെ ഞങ്ങൾ ആ മരുന്ന് മേടിച്ചുകൊണ്ട് അവിടെ ബൈസ്റ്റാൻഡറുടെ പോയി ഞങ്ങൾ ആ മരുന്ന് അവിടെ നിന്ന് മേടിച്ച് അവർക്ക് കൊടുക്കും. പൊതിച്ചോറ്, അതായത് അനാഥാലയങ്ങളിൽ ഞങ്ങൾ പോകും. എത്ര അനാഥാലയങ്ങളിൽ പോയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ഞങ്ങൾ അനാഥാലയങ്ങളിൽ പോയി അവർക്ക് വസ്ത്രം കൊടുക്കും. പോരാൻ നേരത്ത് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ എമൗണ്ട് ഞങ്ങൾ അവിടെ കൊടുക്കും. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പ്രാർത്ഥനയെക്കാളും കൂടുതൽ കൊടുത്തിരുന്നത് കാരുണ്യ പ്രവർത്തികളാണ്. മക്കളെ, ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിൽ ഞങ്ങൾ നിറഞ്ഞ സന്തോഷത്തോടെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ഒരു ദിവസം ഒരു കാരുണ്യ പ്രവൃത്തിയാലും ചെയ്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. ഒരു പൊതിച്ചോറയാലും ഒരാൾക്ക് എനിക്ക് കൊടുക്കണം. അതുപോലെ ഈ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിന് കോടാനുകോടി ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. അതുപോലെ വേറൊരു കാര്യവും കൂടി ഉണ്ട്. എൻ്റെ മോള് BSc നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. 3rd ഇയറിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ശനിയാഴ്ച 5:10 വന്നു. ആ റിസൾട്ട് വന്ന് അവൾ പാസ്സായി. ഇത്രയും പറഞ്ഞുകൊണ്ട് ദൈവമാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, കൃപ നേടിയിരിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 17-ാം തിരുവചനമാണ്. കർത്താവിൻ്റെ പ്രീതി നേടുന്നവരാവുക. എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും എന്നാണ് മറ്റൊരു തിരുവചനത്തിലും നാം വായിക്കുക. ഇവിടെ കാരുണ്യ പ്രവർത്തികളാണ് ഞങ്ങളിവിടെ വരുവാൻ, ഞങ്ങളെ ഇവിടെ നിർത്തി സാക്ഷ്യം പറയുവാൻ യോഗ്യരാക്കിയത് എന്നാണ് ഈ മകള് നമ്മോട് പറഞ്ഞിരിക്കുക.
കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഉടമ്പടിയുടെ 2 ചിറകുകളാണ് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പലപ്പോഴായി നമ്മോട് ഉടമ്പടി ധ്യാനത്തിലൂടെയും ഒക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ആ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്ത് തങ്ങളുടെ കുടുംബത്തിലേക്ക് എങ്ങനെയാണ് കൃപകൾ നേടി കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി നിൽക്കുന്ന ഒരു അക്രൈസ്തവ കുടുംബം, ആ കുടുംബം ഒന്നിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ഇവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർക്ക് ഇപ്പോഴും ഫുൾ സ്റ്റോപ്പില്ല, അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനൊരിക്കലും അവർ സ്റ്റോപ്പ് ചെയ്യില്ല എന്നാണ് നമുക്ക് ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ മനസ്സിലാവുക. അതായത് ജീവിതഗന്ധിയായി മാറിയിരിക്കുകയാണ് ഉടമ്പടി ഇല്ലെങ്കിൽ ഞങ്ങളില്ല. ഉടമ്പടി ജീവിതം ഞങ്ങളെ അത്രമാത്രം ദൈവമായും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോയുമായി ഞങ്ങളെ അടുപ്പിച്ചു. എൻ്റെ 2 മക്കളും ഭർത്താവും ഞാനും ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ഒരു കാരുണ്യപ്രവൃത്തി പോലും ചെയ്യാത്ത ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഓരോന്നും എന്തൊക്കെയാണെന്ന് നാം ഇവിടെ കേട്ട് കഴിഞ്ഞതാണ്. ഈ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യം, ആൾക്കൂട്ടത്തെ പേടിയാണ് മകൾക്ക്. അപ്പോൾ CBSEയിൽ പഠിച്ച കുട്ടിയാണ്, നല്ല ബ്രില്യൻ്റാണ്. എന്നാൽ ആ മകൾക്ക് പോസ്റ്റിംഗ് ഇടുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയാണ് ലൈഫ് ലോങ് ഒരു ടാബ്ലറ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറയുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പിന്നീട് ആ ടാബ്ലറ്റൊക്കെ എങ്ങനെയാണ് മാറ്റാൻ സാധിച്ചത്? ഇപ്പോൾ ടാബ്ലറ്റ് ഇല്ല. വാങ്ങിച്ച ടാബ്ലറ്റ് തന്നെ തിരികെ കൊടുത്തു മെഡിക്കൽ ഷോപ്പിലെന്നാണ് നാം കേട്ടത്. അതുപോലെ വീണ്ടും ഈ മകൾക്ക് തന്നെ 15 വർഷമായിട്ടുള്ള മൈഗ്രെയിൻ, അതും പരിപൂർണമായി മാറുന്നു. പിന്നീട് തങ്ങൾക്ക് 2 സെൻറ്റ് സ്ഥലം ചോദിച്ചിടത്ത് പരിശുദ്ധ അമ്മ 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുവാനുള്ള ലോൺ, 4 ബാങ്ക് റിജക്റ്റ് ചെയ്ത ലോൺ, 5ാമത്തെ ബാങ്കിൽ അമ്മയുമായിട്ട് പോയിട്ട് ഈ മകളെ ഞാൻ നേടിയെടുക്കും, എൻ്റെ അമ്മയെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്, അങ്ങനെ പറഞ്ഞു പോയി. അവിടെ പോയി ആ ബാങ്കുകാരെ ലോൺ സാങ്ഷനാക്കുന്നതും ലോൺ ലഭിച്ച് തങ്ങൾക്ക് ആ സ്ഥലം വാങ്ങിക്കാൻ സാധിച്ചതുമൊക്കെ നാം കേട്ടു. ജീവിതത്തിൽ ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമായില്ല. ഉടമ്പടി എടുത്തത് കൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്കോ നമുക്കോ യാതൊന്നും ലഭിക്കില്ല എന്ന് തന്നെയാണ് നാം ചിന്തിക്കേണ്ടത്. ഉടമ്പടി ഒരു ജീവിതമാണ്. വിശ്വസ്തവും സത്യസന്ധവുമായിട്ട് ദൈവം സത്യവാനാണ്. സത്യവാനായ ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധമായിട്ട് നാമും ആ ഉടമ്പടി ജീവിക്കുമ്പോഴാണ് നമുക്കും ദൈവത്തോട് സ്വതന്ത്രമായിട്ട് സംസാരിക്കുവാനും ഇടപെടുവാനും സാധിക്കുക. ഒരു സ്വാതന്ത്ര്യം, ഈ മക്കളുടെ ഈ അനുഭവ സാക്ഷ്യത്തിൽ ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് കാണുവാൻ കഴിയും. സ്വന്തം പിതാവിനോടെന്നതുപോലെ, സ്വന്തം അമ്മയോടെന്നതുപോലെ സംസാരിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അനുഗ്രഹങ്ങൾക്ക് പാത്രമാവുക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലും എവിടെയെങ്കിലുമൊക്കെ അല്പം പാളിച്ചകളുണ്ടോ എന്ന് നോക്കാം. ഉടമ്പടി ജീവിതം നാം എങ്ങനെയാണ് ജീവിക്കുക? എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുകയാണോ? ഉടമ്പടിയിൽ നാം എത്രമാത്രം വിശ്വസ്തരാണ്, സത്യസന്ധരാണ്? എവിടെയെങ്കിലും നമുക്ക് അല്പം തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ ബോധ്യം വരികയാണെങ്കിൽ അത് നമുക്ക് തിരുത്താം. കർത്താവിൽ നിന്ന് കൃപകൾ നേടുന്നവരാകുവാൻ കൂടുതൽ തീഷ്ണതയോടെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളുമൊക്കെ ചെയ്യാം. മറ്റൊരു കാര്യം, താൻ പ്രതികരിക്കേണ്ടിടത്ത് ഈ മകൾ പ്രതികരിച്ചു. എത്രയോ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. കൃപാസനത്തിനെതിരായിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊക്കെ ഈ മകൾ എങ്ങനെ കർത്താവിനെ പ്രതി ജ്വലിച്ചു, അത് വേണം നാം ഇവിടെ കാണുവാനും പറയുവാനും. ഈശോയെ പ്രതിയാണ് ഈ മകളെല്ലാം ഏറ്റെടുത്തത്. അത് ആരും നിർബന്ധിച്ചിട്ടല്ല. അങ്ങനെ തൻ്റെ ജീവിതം മൊത്തം ഒരു സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി ഈ മകൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വരുമ്പോൾ ആദ്യം എഴുതുന്നത് തൻ്റെ ഭൗതിക കാര്യങ്ങളല്ല, വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപയാണ് എഴുതുന്നത്. ഒരു മിനിറ്റ് പോലും വേസ്റ്റാക്കാതെ 4 മണിക്കൂർ ഉടമ്പടി ക്ലാസ് പൂർണ്ണമായും കേട്ടു. നാം ഒക്കെ ഉടമ്പടി എടുത്തവരാണ്. നാം എത്രമാത്രം ഇപ്പോൾ ആ ക്ലാസ് ഓർക്കുന്നുണ്ട്. നാം ഉടമ്പടിക്ക് വരുമ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്തിട്ട് പോകണം എന്നുള്ളതാണോ നമ്മുടെ ചിന്ത? കൂടെ വന്നിരിക്കുന്നവർ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ് നാം നമ്മെ തന്നെ ആകെ അസ്വസ്ഥതപ്പെടുത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ മകൾ പറഞ്ഞ സാക്ഷ്യം വീണ്ടും നാം കേൾക്കണം. നമ്മുടെ മനസ്സിലത് കൊണ്ടുവരണം. നമുക്ക് കൂടുതൽ തീഷ്ണതയുള്ളവരാകാം. പ്രാർത്ഥനയോടെ നമുക്ക് ഈ കുടുംബത്തിന് ദൈവം നൽകിയ എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.